ഹായ് ഡിയർ ലേണർ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് എന്താണെന്നും അതിലുള്ള കുറച്ച് എലമെന്റ്സുകളാണ് നമ്മൾ നോക്കിയത്. അതിൽ സബ്ജക്ട് എന്താണെന്ന് നോക്കി, പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കി. സബ്ജക്റ്റിൽ തന്നെ ഡിഫറെന്റ് ഫോംസുകൾ നമ്മൾ നോക്കി അല്ലേ. സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. ദെൻ നമ്മൾ നോക്കിയതാണ് പ്രെഡിക്കേറ്റിന്റെ ഭാഗം. പ്രെഡിക്കേറ്റ് അൺഫെമിലിയർ ആയിട്ടുള്ള ടേം ആണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന അതിന്റെ എക്സാമ്പിൾസ് നോക്കിയപ്പോഴേക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നിക്കാണും അല്ലെ. പ്രെഡിക്കേറ്റിലെ മോസ്റ്റ് കേസിൽ നമുക്ക് വരുന്നത് വേർബ് ആണ് നമ്മൾ നോക്കി. ആൻഡ് ആ വേർബിന്റെ ഫോംസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ യൂഷ്വലി ചെറിയ ക്ലാസ്സിലെ തൊട്ട് നമ്മൾ കേട്ട് വരുന്ന ഒരു വേർബിന്റെ ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കേട്ട് വരുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്, സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ സബ്ജക്ട് എന്താണ്, വേർബ് എന്താണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്ട് പാർട്ടാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്ത് പഠിച്ചാൽ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറയാനുള്ളതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി നിങ്ങളുടെ പറഞ്ഞതാണ്, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു നോട്ട്ബുക്കും പെയിനും കീപ്പ് ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ വരാം. ആ ഡൗട്ട്സ് നിങ്ങൾ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനേഴ്സിൻ്റെയൊക്കെ ചോദിക്കാനായിട്ട് ഈസി ആയിരിക്കും. സോ ബിഫോർ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കും പെയിനും എടുക്കുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ നോക്കുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നതിനേക്കാൾ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ അത് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. സോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു. ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയാം അല്ലെ. ഐ പ്ലേ ഫുട്ബോൾ. ഇതിൽ ഐ എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയാം. ഐ എന്ന് പറയുന്നത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അത് സബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ? അതൊരു പ്രെഡിക്കേറ്റ് ആണ്. അതിലൊരു വേർബ് ഉണ്ട്, അതിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിൽ ഒബ്ജക്റ്റ് ആണ് നമുക്കത് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് ആ സെന്റൻസിൽ പറയുന്നത്. ഇവിടെ ആരാ ഫുട്ബോൾ കളിക്കുന്നത്? ഞാനാണ്. അപ്പൊ അവിടെ ഒബ്വിയസ്ലി നമുക്കൊരു സബ്ജക്റ്റ് കിട്ടി, ആരാണെന്നുള്ളത്. ആരാണ്? ഐ ആണ്. ഈ പറയുന്ന ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്കൊരു ആക്ഷൻ കിട്ടി. ഓക്കെ, അതായത് വേർബ് കിട്ടി, പ്ലേ എന്നുള്ളത്. ഇനി എന്താണ് അവിടെ കളിക്കുന്നത്? ഫുട്ബോൾ ആണ് അവിടെ കളിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒബ്ജക്ട് പാർട്ടും കിട്ടി. അതായത് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു സെന്റൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന 3 എലമെന്റ്സ് ആണ് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ്സുകളാണ് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി കേസസിലും മോസ്റ്റ് ഓഫ് ദി സെന്റൻസിലും നമ്മൾ നോക്കിയാൽ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനും നമുക്ക് സിമ്പിൾ ആയിരിക്കും. നമ്മൾ സബ്ജക്റ്റിന്റെ പാർട്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു വസ്തുക്കളുടെ പേരായിരിക്കാം മോസ്റ്റ് കേസിൽ ഒബ്ജക്റ്റിന്റെ പാർട്ടിൽ വരുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് കൂടുതൽ ക്ലിയർ ആകും. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് രമ്യ വെന്റ് ഹോം എന്ന് പറയുന്നത്. രമ്യ വെന്റ് ഹോം. ഇവിടെ രമ്യ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. അതായത് ഇവിടെ ഈ ഒരു സെന്റൻസിന്റെ മലയാളം മീനിങ് പറഞ്ഞാൽ രമ്യ വീട്ടിലേക്ക് പോയി എന്നാ പറയുന്നത്. അപ്പൊ ആരാണ് പോയത് എന്നുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടും രമ്യ എന്നുള്ളത്. രമ്യ എന്താണ് ചെയ്തത്? വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ പോയി എന്നൊരു വേർബും കിട്ടും. എങ്ങോട്ടാ പോയത്? അതിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വീട് എന്നുള്ളൊരു റിപ്ലൈ കിട്ടുന്നത്. സോ ഇവിടെ എങ്ങോട്ട് പോയി എന്നൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ചിൽഡ്രൻ ലൈക്ക് ഗെയിംസ് എന്ന് പറയാം. ചിൽഡ്രൻ ലൈക്ക് ഗെയിംസ്. ഓക്കെ, അപ്പൊ ഇവിടെ കുട്ടികൾക്ക് എന്താ പറയാ, ഗെയിംസ് ഇഷ്ടമാണ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആർക്കാണ് ഗെയിംസ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആരാ? കുട്ടികൾക്കാണ് ഇഷ്ടം. അപ്പോ ഇവിടെ എന്താണ് ഇവിടെയുള്ള പ്രവൃത്തി? ലൈക്ക് എന്ന് പറയാം, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു വേർബ് എന്ന് പറയുന്നത്. എന്താണ് ഇഷ്ടപ്പെടുന്നത്? കളിക്കുന്നത് അല്ലെങ്കിൽ ഗെയിംസ് ആണ് ഇഷ്ടമുള്ളത്. ഇവിടെ നമ്മുടെ ഒബ്ജക്ട് പാർട്ട് ഏതാ? ഗെയിംസ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ 3 സെന്റൻസുകളിലും നമുക്ക് ലാസ്റ്റ്, അതായത് ആ സെന്റൻസിന്റെ എൻഡിൽ നമുക്ക് എന്ത് കിട്ടി? ഒബ്ജക്ട് പാർട്ട് കിട്ടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ മോസ്റ്റ് ഓഫ് ദി കേസിലും എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് നമുക്ക് സെന്റൻസിന്റെ എൻഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനും ഈസിയാണ്. ആൻഡ് ഈ ഒരു മെത്തേഡിലൂടെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും പറ്റും. ഷീ വെൻ ഹോം എന്നൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിയല്ലേ, അതിന്റെ മീനിങ് എങ്ങനെ വരുന്നത്? അവള് വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആ വിളിച്ചിരിക്കുന്നത് അവൾ എന്നൊരു ടേം ആണ്. സോ നമ്മൾ മലയാളത്തില് ഞാൻ, നീ, നിങ്ങൾ, അവൾ, അവർ എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് ഉണ്ട്. പലർക്കും അത് ഫെമിലിയർ അല്ല, പക്ഷെ ചിലർക്കെങ്കിലും അത് അറിയായിരിക്കും.
അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി അടുത്ത സെഷനിൽ നമുക്ക് നോക്കാൻ പോകുന്നത് ഈ വാക്കുകളാണ്. അതായത് അവൾ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ഇംഗ്ലീഷിൽ പറയാം? ഷീ എന്ന് പറയാം. ഓക്കെ. ഞാൻ എന്ന് പറയുന്നതിന് എന്ത് പറയാം? ഐ എന്ന് പറയാം. നീ എന്നും നിങ്ങൾ എന്നും പറയുന്നതിന് നമുക്ക് എന്ത് പറയാം? യു എന്ന് പറയാം. അവർ എന്തിനോ? ദേ എന്ന് പറയാം. അപ്പൊ അവനാണെങ്കിലോ? ഹി എന്നും പറയാം. സോ ഇങ്ങനെയുള്ള ഈ കളക്റ്റീവ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുന്നവർക്കായിട്ട് നമ്മളിപ്പോ ഒരാളെ പേര് മാത്രം വിളിച്ചിട്ട് എപ്പോഴും നമ്മൾ സംസാരിക്കാറില്ല, അല്ലെ? യൂഷ്വലി നമ്മൾ ഒരാളുടെ പേര്, ഫോർ എക്സാമ്പിൾ രമ്യ എന്ന് പറയുമ്പോഴേക്കും രമ്യ വരികയാണ്, രമ്യ പോവുകയാണ്, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയത്തില്ല. അത് പറഞ്ഞാൽ തന്നെ ഒരു അനോയിങ് ഫീലിംഗ് ആയിരിക്കും വരുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പേര് ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രൊനൗൺസ് നമ്മൾ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്, അല്ലെ? നമ്മൾ അവള് പോയി അല്ലെങ്കിൽ അവള് വന്നു, എപ്പോഴെപ്പോഴും നമ്മൾ പേര് പറയുന്നതിന് പകരം എന്ത് ചെയ്യും? പ്രൊനൗൺസ് ആഡ് ചെയ്ത് പറയും. ഓക്കെ. സോ ഇനി നമ്മൾ അതാണ് നോക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യം സിംഗുലർ എന്താണ്, പ്ലൂറൽ എന്താണ്. അതായത് ഈ പ്രൊനൗൺസിൽ തന്നെ കുറെ പ്ലൂറൽ സബ്ജക്റ്റുകൾ ഉണ്ടാവും, കുറെ സിംഗുലർ സബ്ജക്റ്റുകൾ ഉണ്ടാവും. സോ ഇനി നമുക്ക് അത് നോക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, പേര് പോലെ തന്നെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിംഗുലർ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ വ്യക്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അവയൊക്കെ സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വരുന്നതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്? പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏതാ പ്ലൂറൽ ആയിട്ട് വരുന്നത്? ദേ എന്ന് പറയുന്ന ഒരു വേർഡ് ആയിരിക്കും പ്ലൂറൽ ആയിട്ട് വരുന്നത്. അതുപോലെ വി എന്ന് പറയുന്ന വേർഡ് നമുക്ക് എന്ത് പറയാം? പ്ലൂറൽ ആയിട്ട് പറയാം. കാര്യം ദേ എന്ന് പറയുന്നതിനെ അവർ എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർ അവിടെ കൂട്ടം ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവർ എന്ന് നമ്മൾ പറയുന്നത്. സോ ഒബ്വിയസ്ലി അത് സിംഗിൾ അല്ല, കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അത് പ്ലൂറൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് വിയുടെ മീനിങ് വരുന്നത്. വിയുടെ മീനിങ് എങ്ങനെയാ വരുന്നത്? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതും ഒരാളെ അല്ല അവിടെ പറയുന്നത്, ഒരു കൂട്ടം ആൾക്കാരെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതും പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഐ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. പക്ഷേ ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ചിട്ട് ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് കുറച്ച് ഗ്രീക്ക് മെത്തോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നോ ആ സമയത്തെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം? വേർബുകൾ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കണം. ഓക്കെ. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. കാര്യം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിൽ ചിലപ്പോൾ ഐയുടെ കൂടെ വേർബുകൾ യൂസ് ചെയ്ത് വരും. അപ്പൊ ആ ഒരു റൂൾ നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഐ എന്ന് പറയുന്ന സിംഗുലർ അല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ശരിയാണ്. പക്ഷേ ഐനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തായിട്ടാണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബുകൾ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജനറലി എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഐ ആം എന്ന് പറയുന്ന ഒരു ഫ്രേസ് വെച്ചിട്ട് നമ്മുടെ പേര് പറയും. ഐ ആം കഴിഞ്ഞിട്ട് നമ്മുടെ പേര് പറയുമ്പോഴേക്കും എന്തായി? നമ്മുടെ പേരിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. ഐ എം മായ. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഐ എം മായ എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ മായയാണ് അല്ലെങ്കിൽ മായ ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ആളുടെ പേര് കിട്ടി. ഇനി നമ്മൾ ജനറലി സെക്കൻഡ് ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്, ഐ എം ഫ്രം ഡൽഹി. ഓക്കെ. ഐ എം ഫ്രം ഡൽഹി എന്ന് പറയുമ്പോഴേക്കും എവിടെ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത നമുക്ക് കൊടുക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് പറയാം? ഐ ആം എ സ്റ്റുഡന്റ്. ഓക്കെ. ഞാനൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറയാം. ഇതിലിപ്പോ ഞാനൊരു ടീച്ചറാണ്, എങ്ങനെ പറയാൻ പറ്റും? ഐ ആം എ ടീച്ചർ എന്ന് പറയാം. സോ ഐ ആം എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൊണ്ടിട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമ്മുടെ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു പൂർണ്ണ സെന്റൻസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു, അല്ലെ? ഐ വെച്ചിട്ടുള്ള ഒരു സെന്റൻസുകളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കത് ഷീ എന്നോ അല്ലെങ്കിൽ ദേ എന്നോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് രമ്യ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ആളുടെ പേരാ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഷീ ഈസ് രമ്യ. ഐ ആം എന്ന് പറഞ്ഞ പോലെ തന്നെ ഷീ ഈസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവളുടെ പേരായി പറയുന്നത്. അതുപോലെ തന്നെ ഷീ ഈസ് ഫ്രം ചെന്നൈ. അവൾ എവിടുന്നാ വരുന്നത്? ചെന്നൈന്നാ വരുന്നത്. അപ്പൊ എവിടുന്നാണ് എന്നൊരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കിട്ടി. അതുപോലെ ഷീ ഈസ് ടീച്ചർ. അവൾ ടീച്ചർ ആണ്. ആളുടെ ജോലി നമുക്ക് കിട്ടി. ഷീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എന്റെ സുഹൃത്താണ്. ഓക്കെ. അപ്പൊ അവൾ ആരാണെന്നും നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഷീ ഈസ് എന്നൊരു കോമ്പിനേഷന്റെ കൂടെ
പേരും സ്ഥലവും അതുപോലെ അവളുടെ ജോലിയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് അവളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടി. ഇനി നമുക്ക് ദേയുടെ കാര്യം പറയണം. എങ്ങനെ പറയാൻ പറ്റും? അവർ എൻ്റെ കൂട്ടുകാരാണ്. നമുക്ക് എങ്ങനെ പറയാം? ദേ ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. അവര് ഡോക്ടേഴ്സ് ആണ്. എങ്ങനെ പറയാൻ പറ്റും? ദേ ആർ ഡോക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ദേ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തായിട്ട് മാറി? ദേ ആർ എന്നായിട്ട് മാറി. ക്ലിയർ? അപ്പൊ ഐ വെച്ചിട്ടുള്ള കാര്യങ്ങളും ഷീ വെച്ചിട്ടുള്ള കാര്യങ്ങളും ദേ വെച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതായത് സിംഗുലർ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചും പ്ലൂറൽ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചും പ്രൊനൗൺസുകൾ നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വെച്ചിട്ട് എന്താണ് പ്രൊനൗൺസ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അതുപോലെ തന്നെ ഓരോ ടേമിനും നീ എന്നും നിങ്ങൾ എന്നും അതുപോലെ ഞങ്ങൾ എന്നും ഇതിനൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലെ ടേം പറയാമെന്നുള്ളതും ഫെമിലിയർ ആയിട്ടുണ്ടാവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനേഴ്സിലേക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ സെഷനിൽ നമുക്ക് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒരു സെന്റൻസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരുന്നു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്രീഫ് ചെയ്ത് എക്സാമ്പിളോടെ പഠിച്ചു. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളൊരു സെന്റൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എലമെന്റ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ ആ എലമെന്റ് ഫൈൻഡ് ചെയ്തിരുന്നു. ഒബ്ജക്റ്റിന്റെ പാർട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ ഒരു പൊസിഷൻ സെന്റൻസിൽ എപ്പോഴും എൻഡിങ്ങിലാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അതിൽ നോക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പ്രൊനൗൺസുകളിലേക്ക് കയറിയത്. പ്രൊനൗൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ? ഒരു പേര് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും അത് കേൾക്കുമ്പോഴേക്കും ഒരു അനോയിങ് ഫീലിംഗ് ഉണ്ടാവാതിരിക്കാനുമാണ് നമ്മൾ പ്രൊനൗൺസ് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നമ്മൾ ഓരോ സെന്റൻസ് എഴുതുമ്പോഴേക്കും റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു കാര്യം പറയാനും പ്രസന്റ് ചെയ്യാനായിട്ടും പ്രൊനൗൺസ് ഹെൽപ്ഫുൾ ആണ്. സോ ഐ ഹോപ്പ് ഈ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ച സെഷനിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ബി ആസ്ക് ടു ദ ട്രെയിനർ. അതുപോലെ തന്നെ അത് ക്ലാരിഫൈ ചെയ്യുക. കാര്യം നമ്മൾ ചെറിയ ചെറിയ ഡൗട്ട്സുകൾ വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്കമിങ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് ബിഫോർ ഗോയിങ് ടു നെക്സ്റ്റ് ക്ലാസ് അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓൾറൈറ്റ്. സോ ഇന്നും ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് ഇന്നും ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസ് നമ്മൾ സ്ലൈഡിന്റെ കൂടെ ക്ലിപ്പ് ചെയ്യുന്നതായിരിക്കും. അത് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഞങ്ങൾക്കും മനസ്സിലാകാനും അതുപോലെ തന്നെ മിസ്റ്റേക്ക് കൂടാതെ നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് തരുന്നത്. സോ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ ഡൗട്ട്സുകൾ എഴുതിയിട്ടുണ്ടാവും, അതും നിങ്ങൾ ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കുക. കൂടാതെ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതും ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.